ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ക്ഷേത്രഭരണത്തിൽ കോടതികളുടെ ഇടപെടലിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിൽ ഏത് പൂവ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. എല്ലാ കാര്യത്തിലും കോടതി ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും മുരളീധരൻ. ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മദ്യപാന സദസ്സിലെ വെളിപ്പെടുത്തലിൽ. കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് ചേറ്റുപുഴ KLDC കനാലിൽ ഒഴുക്ക് നിലച്ചു. അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്ക. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ടിൽ 50ഓളം ഗജവീരന്മാർ പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ തകർത്ത് അർജന്റീന സെമി ഫൈനലിൽ. നോർവേയുടെ കുതിപ്പിന് വിരാമമിട്ട് അവസാന 4-ൽ ഇടം നേടി ഇംഗ്ലണ്ട്. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. അർജന്റീനയ്ക്ക് എതിരാളികൾ ഇംഗ്ലണ്ട്. വാർത്തകൾ വിശദമായി. ക്ഷേത്രഭരണത്തിൽ കോടതികളുടെ ഇടപെടലിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിൽ ഏത് പൂവ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. എല്ലാ കാര്യത്തിലും കോടതി ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും മുരളീധരൻ ചോദിച്ചു. വടക്കുംനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് മുറിച്ചുമാറ്റിയ ആൽമരത്തിന് പകരം പുതിയ ആൽമരത്തായി നട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്ഷേത്രഭരണത്തിൽ എല്ലാ കാര്യത്തിലും കോടതിയുടെ ഇടപെടലാണ്. ഓരോരോ വിവാദമുണ്ടാക്കുന്നത് നല്ലതല്ല. ശബരിമലയിൽ ദേവസ്വത്തിനും സർക്കാരിനും റോളില്ല. ഹൈക്കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കോടതികളുടെ അമിതമായ ഇടപെടൽ വേണോ എന്ന് ചിന്തിക്കണം. അത് താൻ നിയമസഭയിൽ തുടങ്ങിവെച്ചിട്ടുണ്ട്. അവിടെയാകുമ്പോൾ ആരെയും ഭയക്കേണ്ടതില്ല. പുറത്തു പറയുമ്പോഴാണല്ലോ കോടതി അലക്ഷ്യം വരികയെന്നും മുരളീധരൻ ചോദിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, രാജൻ ജെ പല്ലൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയൻ, പീച്ചി വനഗവേഷണ കേന്ദ്രം സയന്റിസ്റ്റ് സുജന പാൽ, വടക്കുംനാഥ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. മദ്യപാന സദസ്സിലെ വെളിപ്പെടുത്തലിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ചേലക്കര സ്വദേശിയായ 70-കാരി സന്താനവല്ലി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് 2 പേർ അറസ്റ്റിലായത്. പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറും കൂട്ടാളിയുമാണ് പിടിയിലായത്. കർണംകോട് റെയിൽവേ ഗേറ്റിന് സമീപമാണ് വയോധികയെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയത്. റെയിൽവേ ഗേറ്റിന് സമീപത്തെ വാടക വീട്ടിലെ കിണറ്റിൽ ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരാഴ്ചയായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. കഴുത്തിൽ കല്ലുകെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം. സുരേഷ് കുമാറും സുഹൃത്തും ചേർന്ന് മദ്യപിക്കുന്നതിനിടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് സുഹൃത്ത് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. TCV ഗുരുവായൂർ. കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് ചേറ്റുപുഴ KLDC കനാലിൽ ഒഴുക്ക് നിലച്ചു. അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്ക. ആഴ്ചകളായി KLDC കനാലിൽ വന്നടിഞ്ഞ കുളവാഴയും ചണ്ടിയും നീക്കം ചെയ്യണമെന്ന കർഷകരുടെ ആവശ്യത്തിന് ബന്ധപ്പെട്ടവർ ചെവി കൊടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്നാണ് കർഷകർ പറയുന്നത്. KLDCയുടെ അനാസ്ഥയും അശ്രദ്ധയുമാണ് ഇതിന് കാരണമെന്നും പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും ചാലാടി പഴംകോൾ കൂട്ടുകൃഷി പാടശേഖര സമിതി സഹകരണ സംഘം പ്രസിഡന്റ് KK ശശിധരൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ ചണ്ടിയും കുളവാഴയും നിറയുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ തോതിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലായി അരിമ്പൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലെയും നെൽകൃഷി ഇറക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവൃത്തികൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലം സുഗമമായി ഒഴുകിപ്പോകാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ
കാർഷിക മേഖലയിലടക്കം പണികൾ വലിയ തോതിൽ വൈകാനും കൂടി ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ കൃഷിക്കാർ ഭയപ്പെടുന്നത്. മഴ പെയ്തുണ്ടാകുന്ന അധികജലം ചേറ്റുപുഴ കനാലിലൂടെയാണ് ഏനാമാക്കൽ ഫേസ് കനാൽ വഴി കടലിലേക്ക് ഒഴുകിപ്പോകുന്നത്. കനാലിൽ ചണ്ടിയും കുളവാഴിയും നിറഞ്ഞതോടെ മഴവെള്ളം ഒഴുകിപ്പോകുന്നത് നിലച്ചു. കനത്ത മഴ തുടർന്നാൽ ഇതുമൂലം അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാകും. അരിമ്പൂർ പഞ്ചായത്തിലെ നിരവധി പാടശേഖരങ്ങൾ ആഗസ്റ്റ്-സെപ്റ്റംബർ മാസത്തിൽ നെൽകൃഷി ഇറക്കാൻ ആവശ്യമായ പ്രവൃത്തികൾ തുടങ്ങുന്ന സമയമാണ്. ജലസേചന സൗകര്യങ്ങൾ മുടങ്ങി സമയബന്ധിതമായി നടക്കേണ്ട കൃഷിയിറക്ക് അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. TCV തൃശൂർ. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ടിൽ 50ഓളം ഗജവീരന്മാർ പങ്കെടുക്കും. കർക്കിടകം 1 കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആനസംഗമമായ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടക്കുന്ന ആനയൂട്ടിൽ 50-ൽ പരം ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. ആനയൂട്ടിന് 12,008 നാളികേരം, 2000 കിലോ അവിൽ, 2000 കിലോ ശർക്കര, 350 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ എന്നിവ ഉപയോഗിക്കും. കൂടാതെ ആപ്പിൾ, മുന്തിരി, കരിമ്പ്, ചെറുപഴം, തണ്ണിമത്തൻ, കരിക്ക്, പൈനാപ്പിൾ തുടങ്ങിയവയും എത്തിക്കും. ആനകൾക്ക് 500 കിലോ അരിയുടെ ചോറ് നൽകും. പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണമാണ് നൽകുന്നത്. ആനകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് കണക്കിലെടുത്താണ് മിഥുനം വിടവാങ്ങി കർക്കിടകം പുലരുന്ന നാളിൽ ആനയൂട്ട് നടത്തുന്നത്. ആടയാഭരണങ്ങളില്ലാതെ ആനയൂട്ടിനെത്തുന്ന ഗജവീരന്മാരെ കണ്ട് ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള നിരവധി ആനപ്രേമികളാണ് തൃശൂരിലേക്ക് ഒഴുകിയെത്തുക. TCV തൃശൂർ. ദേശീയപാത കയ്പമംഗലം പനമ്പിക്കുന്നിൽ KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു. കാലിന് ഗുരുതര പരിക്കേറ്റ മലപ്പുറം എരമംഗലം സ്വദേശി ഉണ്ണികൃഷ്ണനെ കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കാളമുറി മേൽപ്പാലം ഇറങ്ങിയ ശേഷം പെട്ടെന്ന് വലതുവശത്തെ സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെയായിരുന്നു അപകടം. വഴിയമ്പലം മേൽപ്പാലം ഇറങ്ങി വന്ന ബൈക്കിൽ ബസ് ഇടിക്കുകയായിരുന്നു. തെറ്റായ ദിശയിലേക്ക് ബസ് എടുത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടം നടന്ന ഉടൻ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. തൃശൂർ സ്വരാജ് റൗണ്ടിൽ പ്രസ് ക്ലബ് കെട്ടിടത്തിലെ തുണിക്കടയിൽ മോഷണം. താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കടയിലാണ് ഷട്ടർ പൊളിച്ച് മോഷണം നടന്നത്. മേശയിലുണ്ടായിരുന്ന 1000 രൂപ കവർന്നു. സമീപത്തുണ്ടായിരുന്ന ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. ഞായറാഴ്ച രാവിലെ കട തുറക്കാനെത്തിയ ജീവനക്കാർ ഷട്ടർ പൊളിച്ച നിലയിൽ കണ്ടതിനെ തുടർന്ന് ടൗൺ ഈസ്റ്റ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഈ വസ്ത്രവ്യാപാര സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളെ ആയുള്ളൂ. CCTV ക്യാമറകൾ കടയിൽ സ്ഥാപിച്ചിട്ടില്ല. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണ മേഖലയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ അവസാനത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തി. ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹമാണ് കിട്ടിയത്. പാലത്തിൽ നിന്നും 150 മീറ്റർ താഴെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പുഴയോട് ചേർന്ന് ഏലത്തോട്ടത്തിലെ കുളത്തിലായിരുന്നു മൃതദേഹം. ഫയർഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കള്ളാടിയിൽ ഈ മാസം 8-നാണ് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായത്. തുരങ്കപാത പദ്ധതി പ്രദേശത്തെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർ, സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയിലുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ തേരോട്ടം തുടരുന്നു. ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് മെസ്സിപ്പട സെമി ഫൈനലിൽ കടന്നു. നോർവേയുടെ കുതിപ്പിന് വിരാമമിട്ട് ഇംഗ്ലണ്ടും അവസാന 4-ൽ ഇടം നേടി. സ്വിസ് ഗോൾ വലയിൽ 3 ഗോളുകൾ നിക്ഷേപിച്ചായിരുന്നു അർജന്റീനയുടെ വിജയ മാർച്ച്. 1 ഗോൾ തിരിച്ചടിച്ചെങ്കിലും സ്വിസ് നിര നിലവിലെ ചാമ്പ്യന്മാർക്ക് മുന്നിൽ കീഴടങ്ങി. ആക്രമണമാണ് ശൈലിയെന്ന് വ്യക്തമാക്കി മുന്നേറിയ അർജന്റീന മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തി. മെസ്സിയുടെ കോർണർ കിക്കിൽ നിന്നും അലക്സിസ് മാക് അലിസ്റ്റർ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. എന്നാൽ 2-ാം പകുതിയുടെ 67-ാം മിനിറ്റിൽ സ്വിറ്റ്സർലൻഡിന് വേണ്ടി എൻഡോയെ സമനില ഗോൾ നേടി. 72-ാം മിനിറ്റിൽ സ്വിസ് താരം ബ്രീത്ത് എംബോളയ്ക്ക് 2-ാം മഞ്ഞക്കാർഡ് ലഭിച്ചതോടെ പുറത്തു പോകേണ്ടി വന്നു. തുടർന്ന് 10 പേരുമായി ചുരുങ്ങിയ സ്വിസ് നിര പ്രതിരോധ കോട്ട ശക്തമാക്കി. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 1-1 തുല്യത പാലിച്ചോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. കളി തീരാൻ 8 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ അൽവാരസ് നേടിയ തകർപ്പൻ ഗോളിൽ അർജന്റീന 2-1 മുന്നിൽ കയറി. പിന്നാലെ ലൗട്ടാരോ മാർട്ടിനസ് 1 ഗോൾ കൂടി നേടി നിലവിലെ ലോക ചാമ്പ്യന്മാരുടെ സെമി പ്രവേശം ഉറപ്പാക്കുകയായിരുന്നു.
അതേസമയം ആവേശകരമായ മറ്റൊരു ക്വാർട്ടർ പോരാട്ടത്തിൽ നോർവേയെ 1-2 ഗോളുകൾക്ക് മറികടന്നാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. ഇരട്ട ഗോൾ നേടിയ ജൂഡ് ബെല്ലിംഗ്ഹാമാണ് ഇംഗ്ലണ്ടിന്റെ വിജയശില്പി. മത്സരത്തിൽ ആദ്യം നോർവേയാണ് ലീഡ് നേടിയത്. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽഡറപ്പ് ടീമിനെ മുന്നിലെത്തിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് സമനില പിടിച്ചു. ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇടംകാൽ ഷോട്ട് ഗോളിയെയും മറികടന്ന് വലയിലെത്തി. നിശ്ചിത സമയത്ത് 1-1 സമനില പാലിച്ചതിനെ തുടർന്ന് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡ് നേടി. മോർഗൻ റോജേഴ്സിന്റെ ഷോട്ട് നോർവേ ഗോൾ കീപ്പർ ഓർജാൻ നൈലാൻഡ് തടുത്തിട്ടെങ്കിലും റീബൗണ്ടിൽ ജൂഡ് ബെല്ലിംഗ്ഹാം അനായാസം വലയിലേക്ക് പന്ത് തട്ടിയിട്ട് ഇംഗ്ലണ്ടിന് സെമി ബർത്ത് ഉറപ്പു നൽകി. ഇത് 4ാം തവണയാണ് ഇംഗ്ലണ്ട് ലോകകപ്പ് സെമിയിലെത്തുന്നത്. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോളിന്റെ സെമി ലൈനപ്പായി. ആദ്യ സെമി ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. ബുധനാഴ്ച പുലർച്ചെ 12:30 മത്സരം. രണ്ടാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടാണ് എതിരാളികൾ. വ്യാഴാഴ്ച പുലർച്ചെ 12:30 പോരാട്ടം. ലോകകപ്പിലെ അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം കാണാൻ തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ മന്ത്രി OJ ജെനീഷ് എത്തി. TSGA ചെയർമാൻ TN പ്രതാപന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. മന്ത്രിക്ക് ഫുട്ബോൾ ലോകകപ്പിന്റെ മാതൃക പ്രതാപൻ കൈമാറി. തുടർന്ന് മത്സരം മുഴുവനായി കണ്ട് ഫുട്ബോൾ ആരാധകരുമായി ആവേശം പങ്കുവച്ചാണ് മന്ത്രി മടങ്ങിയത്. TSGA കമ്മിറ്റി അംഗങ്ങളായ CM നൌഷാദ്, CG അജിത് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. പാർലക്കാട് നൈമിഷാരണ്യത്തിൽ വ്യാസപ്രസാദം പ്രതിമാസ സത്സംഗ പരമ്പരയുടെ 36ാം സർഗത്തിൽ സ്വാമി നിഖിലാനന്ദ പ്രഭാഷണം നടത്തി. പ്രണതി സ്വരൂപ, നന്ദിത സ്വരൂപ എന്നിവർ ക്ലാസ് എടുത്തു. വ്യാസ തപോവനം അധ്യക്ഷൻ പ്രൊഫസർ സാധു പത്മനാഭൻ, AK ഗോവിന്ദൻ, K വിജയൻ മേനോൻ, രമേശ് കേച്ചേരി, സ്വാമി ദേവപാലൻ എന്നിവർ സംസാരിച്ചു. ഒരിടവേള. French Dairy Pistachio Kunafa Bar. തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷനെയും പുരോഹിതരെയും സ്ഥാപനങ്ങളെയും അവഹേളിക്കുന്നതിൽ പ്രതിഷേധിച്ച് മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഇടവക സംഘടനാ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി ഫാദർ ബാബു അപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ഏകോപന സമിതി കൺവീനർ CA പോൾ, അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി LC വിൻസെന്റ്, ഫൊറോന കൗൺസിൽ സെക്രട്ടറി CJ ജെയിംസ്, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലാമല മലേശമംഗലം 7ാം വാർഡിലെ പ്ലാവിൻ ചുവട് സെന്ററിലെ ദ്രവിച്ച മരം പൊതുജനത്തിന് ഭീഷണിയാകുന്നു. 100-ലധികം വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്ലാവാണ് അപകടാവസ്ഥയിലുള്ളത്. ഇതിനടുത്തായി കച്ചവട സ്ഥാപനങ്ങളും ബസ് സ്റ്റോപ്പും വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. കാറ്റും മഴയും വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അധികൃതർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ പ്ലാവ് ഏകദേശം 70 വർഷത്തോളം പഴക്കമുണ്ട് എൻ്റെ പരിചയപ്രകാരം. അത് മോള് മുതൽ അടി വരെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ബസ് വെയിറ്റിങ്ങിന് നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത് ഏത് നിമിഷം വീഴാവുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ കാറ്റും മഴയും ഇവിടെ തന്നെ ഇപ്പോൾ അടുത്ത ഒരു കാറ്റും മഴയും വന്നതിൽ തന്നെ തെങ്ങ് വീണു, പല സ്ഥലത്തും മരങ്ങൾ പൊട്ടി വീണു. അപ്പോൾ ശ്രദ്ധിക്കാതെ നിന്ന് കഴിഞ്ഞാൽ ഏത് സമയത്തും വീഴാനുള്ള സാധ്യതയുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ ഫുട് ഓവർബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടന പൊതുയോഗം ആവശ്യപ്പെട്ടു. തൃശൂർ പാലക്കാട് പ്രധാന പാതയായ ഇവിടെ
വാഹന തിരക്കേറെയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. കോളേജ് പ്രിൻസിപ്പൽ ഫാദർ കെ എ മാർട്ടിൻ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് സി എ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണയങ്ങാടൻ, സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, സി വി അജി, പി ജെ വർഗീസ്, കെ പി രാധാകൃഷ്ണൻ, സോണി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ആക്കപ്പറമ്പ് റോഡ് തകർച്ചയിൽ. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ചാൽ നിർമ്മിച്ചത് റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. കുണ്ടും കുഴിയുമായ റോഡിൽ അപകടങ്ങളും പതിവാണ്. മഴ ശക്തമായതോടെ പ്രദേശവാസികളുടെ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. ഇവിടെ റോഡ് പണിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ റോഡ് പണി ചെയ്യാണ്ട് കുണ്ടും കുഴിയായിട്ട് വാഹനങ്ങൾക്കൊക്കെ പോകാൻ പറ്റാണ്ട് സ്കൂട്ടിയൊക്കെ മറിഞ്ഞു പോവാണ്. അപ്പോൾ അത് കാരണം സ്ഥലം വിട്ടുകൊടുത്തവർക്ക് പോലും ഇപ്പം നടക്കാൻ പറ്റാത്ത വഴി ഇതായി. ഗുരുവായൂർ മമ്മിയൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ കെ കെ ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. അസോസിയേഷൻ പ്രസിഡന്റും വാർഡ് കൌൺസിലറുമായ പി രമേശ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ടെമ്പിൾ SHO വിനോദ് വലിയാട്ടൂർ, ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി, പി ശ്യാംകുമാർ, PS വിശ്വനാഥൻ, R വേണുഗോപാൽ, ജോർജ് പോൾ നീലങ്കാവൽ എന്നിവർ സംസാരിച്ചു. അഖില കേരള അണ്ടർ-19 വോളിബോൾ ടൂർണമെന്റ് ഓഗസ്റ്റ് 28, 29, 30 തീയതികളിൽ മതിലകത്ത് സംഘടിപ്പിക്കും. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിലാണ് തീരുമാനം. ടൂർണമെന്റിനായി കായികമന്ത്രി OJ ജനീഷ് മുഖ്യ രക്ഷാധികാരിയായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. കോസ്മോസ് പ്രസിഡന്റ് VK മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA ET ടൈസൺ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ റോച്ച, CS രവീന്ദ്രൻ, സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, സെക്രട്ടറി സാലി ലൂയിസ്, കോർഡിനേറ്റർ ഹംസ വൈപ്പിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ വാഹനം കട്ടപ്പുറത്തായി വർഷങ്ങളായിട്ടും പുതിയ വാഹനം നൽകിയില്ല. ഇതോടെ വിവിധ ആവശ്യങ്ങൾക്ക് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ആരോഗ്യ പ്രവർത്തകർ. മുൻപുണ്ടായിരുന്ന വാഹനം ഇപ്പോൾ ആശുപത്രിയിൽ തുരുമ്പെടുക്കുകയാണ്. സർക്കാരിന്റെ വാഹനം 15 വർഷത്തിന് ശേഷം രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതാണ് പ്രശ്നം. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ വാഹനം അനുവദിക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. കൺവീനർ സാബു ഐനൂർ, സുനിൽ നേടിയെടുത്ത്, രാജു അരുവായി, മോഹനൻ കടവാരത്ത്, സിജി ബേബി എന്നിവർ സംസാരിച്ചു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാൾ ഭക്തിസാന്ദ്രം. തോമസ് ലിഹ തളിയകുളത്തിൽ തർപ്പണ അത്ഭുതം നടത്തി മാമോദീസ നൽകിയതിന്റെ ഓർമ്മയ്ക്കാണ് തർപ്പണ തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ വിൽസൺ പിടിയത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോയ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകി. ഇന്നലെ നടന്ന കൂട് തുറക്കൽ ശുശ്രൂഷയിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. വീടുകളിലേക്കുള്ള അമ്പ്, വള, ശൂലം എന്നിവയുടെ ആശീർവാദ കർമ്മം ഫാദർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു. മോൺസിഞ്ഞോർ ജോർജ് മാനാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് വർണ്ണമഴയും അരങ്ങേറി. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാതരം പരിപാടി സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങ് KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ അധ്യക്ഷനായി. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, അഡ്വക്കേറ്റ് ഷീബ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാട് ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തിയ മണ്ണ് നീക്കം ചെയ്തു. ഖാന നിർമ്മാണത്തിനായി കുഴിച്ചെടുത്ത മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിക്ഷേപിക്കുന്നതിനിടെ കനത്ത മഴയിൽ ദേശീയപാതയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇതോടെ കുറുമാലി മുതൽ പുതുക്കാട് വരെയുള്ള ഭാഗം ചെളിക്കുണ്ടായി മാറി. സംഭവത്തെ തുടർന്ന് അധികൃതർ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ച് റോഡിലെ ചെളി നീക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ചെളി നീക്കം ചെയ്തത്.
SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ പുത്തൻപേടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഫൊറോന വികാരി ഫാദർ ജോബ് വടക്കൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഇടവക വികാരി ഫാദർ റാഫേൽ മുത്തിപ്പേടിക, അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, സിസ്റ്റർ ഹേമ, PA പോൾ, AC ജോസഫ്, വിൻസി പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി ട്രൂ ക്യാമ്പയിൻസ് സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആൽവിൻ, ഹരി ചുക്കത്ത്, PL വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ ബഷീർ സ്മൃതി സംഘടിപ്പിച്ചു. ബഷീറിന്റെ മകൻ അനീസ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തലയോലപ്പറമ്പ് ബഷീർ സ്മാരക സമിതി ജനറൽ സെക്രട്ടറി PG ഷാജിമോൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ബഷീറിന്റെ സാഹിത്യ ദർശനങ്ങളെയും കൃതികളെയും കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ, നാടകാവതരണം, ഗാനാലാപനം എന്നിവയും അരങ്ങേറി. കോടാലി ശ്രീ ഭുവനേശ്വരി ഭദ്ര ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി ജിജീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് CG സന്ദീപ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK ഷിജു, ദീപക് രാമചന്ദ്രൻ, CR നാരായണൻ എന്നിവർ സംസാരിച്ചു. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളി പിതൃവേദിയുടെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഇലോയ് ചിറമൽ, പിതൃവേദി പ്രസിഡന്റ് തോമസ് പള്ളിക്കുന്നത്ത്, സെക്രട്ടറി ജോബി ജോസ് ചാലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. മൂന്നാമത് തൃശൂർ ജില്ലാ ഗ്രാംപ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് ഷീബ രാജേഷ് അധ്യക്ഷയായി. ഗ്രാംപ്ലിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി K വിഷ്ണു, സ്കൂൾ SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് ഹനീഫ, സെക്രട്ടറി KR വിഷ്ണു, മുൻ അത്ലറ്റ് KP അനാമിക തുടങ്ങിയവർ സംസാരിച്ചു. 5 വിഭാഗങ്ങളിലായി 150 മത്സരാർത്ഥികൾ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് യൂണിയൻ തൈക്കാട് മേഖലാ കൺവെൻഷൻ നടന്നു. പാലുവായി വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ യൂണിയൻ മണലൂർ ഏരിയ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ശ്രുതി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CJ ബേബി, CV സുരേഷ്, KS പുഷ്പാകരൻ, KV സുമേഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ MLAമാരായ NK അക്ബറിനും ഗീതാ ഗോപിക്കും സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ്, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, KPA റഷീദ് എന്നിവർ സംസാരിച്ചു. കൊരട്ടിക്കര മാർ കൂറിലോസ് ദേവാലയത്തിൽ അബ്രഹാം മോർ കൂറിലോസ് വലിയ ബാവായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ഇന്ന് രാവിലെ പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ശ്ലൈഹിക വാഴ്ചയും ധൂപപ്രാർത്ഥനയും നടന്നു. ഇടവക വികാരി ഫാദർ തോമസ് കുര്യൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വർഗീസ് വാഴപ്പള്ളി, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളി എന്നിവർ പ്രദക്ഷിണത്തിൽ സംബന്ധിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230, പവന് 1,05,840. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. MG റോഡ്, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ക്ഷേത്രഭരണത്തിൽ കോടതികളുടെ ഇടപെടലിനെതിരെ രൂക്ഷ വിമർശനവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിൽ ഏത് പൂവ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഹൈക്കോടതിയാണ്. എല്ലാ കാര്യത്തിലും കോടതി ഇടപെട്ടാൽ പിന്നെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും മുരളീധരൻ. ഗുരുവായൂരിൽ 65-കാരിയെ കിണറ്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് മദ്യപാന സദസ്സിലെ വെളിപ്പെടുത്തലിൽ. കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് ചേറ്റുപുഴ KLDC കനാലിൽ ഒഴുക്ക് നിലച്ചു. അരിമ്പൂർ, മണലൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമെന്ന് ആശങ്ക. വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ച നടക്കുന്ന ആനയൂട്ടിൽ 50ഓളം ഗജവീരന്മാർ പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ തകർത്ത് അർജന്റീന സെമി ഫൈനലിൽ. നോർവേയുടെ കുതിപ്പിന് വിരാമമിട്ട് അവസാന 4-ൽ ഇടം നേടി ഇംഗ്ലണ്ട്. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. അർജന്റീനയ്ക്ക് എതിരാളികൾ ഇംഗ്ലണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.